ഇപ്പോൾ ഇതിനകത്ത് 2 രസകരമായ കാര്യം പറയാം. ഈ ബിഗ് ബോസിൽ ഞാൻ ജയിക്കാനുള്ള കാരണം ജനങ്ങളാണെന്ന് പറയുമ്പം അതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? സത്യം അകത്തുള്ളവർ കാണുന്നില്ലെങ്കിലും പുറത്തുള്ള ജനം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരുടെ ഭാഗത്താണ് സത്യമെന്ന് വെളിയിൽ നിന്നുകൊണ്ടുള്ള ജനങ്ങൾ കണ്ടു. ഇപ്പം ഞാനും ഷിബിനും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഷിബിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, ഞാൻ ചിലപ്പോൾ അരമണിക്കൂർ സംസാരിക്കുന്നതിൻ്റെ 30 സെക്കൻഡ് ഷിബിനും കേട്ടോളെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് കേട്ടില്ല, 30 സെക്കൻഡാണ് പ്രചരിക്കപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതാണ് സത്യമെന്ന് കരുതിയിട്ടായിരിക്കും നമ്മൾ പ്രചരിക്കുന്നത്. പക്ഷേ ഈ കേരളം എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ വെളിയിൽ ഒരു ഈശ്വരനും കുറേ ദൈവങ്ങളും കുറേ ആൾക്കാരും ഇരുന്ന് ഇങ്ങനെ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിലെ മലയാളികളെ കാട്ടിക്കൂട്ടുന്ന ബിഗ് ബോസ് ഷോ ഇങ്ങനെ പുറത്തിരുന്ന ഒരാൾ കാണുകയാണല്ലോ. ആ പുറത്തിരുന്ന് കാണുന്ന ദൈവങ്ങളെല്ലാം എനിക്ക് വോട്ട് ചെയ്യും. കാരണം എനിക്കെതിരെ പലരും പറയുന്നതിനകത്ത് സത്യമില്ല എന്നും ഈ അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന പലതിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ പുറത്തുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ ആ ഈശ്വരൻ്റെ തീരുമാനം തൃക്കാക്കരയിൽ നടപ്പിലാവും. മെയ് 4-ാം തീയതി അത് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയും.